നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി. അതിഥി തൊഴിലാളികളുടെ അമിത കൂലി നിരക്ക് എരുമപ്പെട്ടിയിൽ പോലീസ് സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് അതിഥി തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാളാഘോഷം ഭക്തി നിർഭരം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷം. വിശദമായ വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രോഗിയെ ഗേറ്റിൽ തടഞ്ഞ താൽക്കാലിക ജീവനക്കാരനെ അടിയന്തരമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. മുൻ MLA-യുടെ ശുപാർശയിൽ നിയമിക്കപ്പെട്ടയാളാണ് ഈ ജീവനക്കാരൻ. രോഗിയുടെ ECG കൃത്യം 7:20 എടുത്തിരുന്നതായും ഗേറ്റിൽ തടഞ്ഞതൊഴിച്ചാൽ മറ്റു വീഴ്ചകൾ പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ അഡീഷണൽ DHS, DMO, HOD, സൂപ്രണ്ട് എന്നിവരോട് അടിയന്തരമായി അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് പരിധിയിലെ ഹെൽത്ത് സെന്ററുകളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. ഒരിടത്തും സാമ്പത്തിക പ്രയാസമില്ല. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ശമ്പളം കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക തടസ്സം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചില്ല. സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വന്നാലും സർക്കാർ നടപടിയെടുക്കും. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചൊവ്വല്ലൂർ പടി ലക്ഷ്മി നിവാസിൽ വസന്തകുമാറിനാണ് പരിക്കേറ്റത്. രാത്രി 8:30-യോടെയാണ് അപകടം. വസന്തകുമാർ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്ന സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. റോഡിലേക്ക് തെറിച്ച് വീണ വസന്തകുമാറിനെ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പോലീസിന് നൽകിയ പരാതിയിൽ ചർച്ച നടന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എരുമപ്പെട്ടി പോലീസിന്റെ സാന്നിധ്യത്തിൽ കരാറുകാരും തൊഴിലാളികളും നടത്തിയ ചർച്ചയിലാണ് കൂലി തർക്കത്തിന് പരിഹാരമായത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്നാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. 1200 രൂപയാണ് ഒരു മെയിൻ പണിക്കാരൻ്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോകുകയാണ്. ഇതേ തുടർന്നാണ് ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയത്. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയമായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കിഴക്കാളൂർ കുമ്പാര ഉന്നതിയിൽ സന്ദർശനം നടത്തി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA. നവമണലൂർ വികസന കാഴ്ചപ്പാടൊരുക്കുന്നതിന്റെ ഭാഗമായാണ് മൺപാത്ര നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഉന്നതി MLA സന്ദർശിച്ചത്. തൊഴിലും ജീവിതവും നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം തൊഴിലാളികൾ MLA-ക്ക് കൈമാറി. തുടർന്ന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണ യോഗം നടന്നു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, NA ബാലചന്ദ്രൻ, ഗംഗാധരൻ മാസ്റ്റർ, ഷിനോജ് ഗോകുലം എന്നിവർ സംസാരിച്ചു. ഈ പറയുന്ന പ്രശ്നങ്ങൾ എല്ലാം മറികടക്കുന്നതിന് വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക്
നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ്. മറ്റു പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ ഞാനൊരു അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ടത് മറ്റു പ്രശ്നങ്ങൾ പിറകെ വരാനും പാടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളുടെ വിദ്യാഭ്യാസം. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച ഞമനേങ്ങാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ നാടിന് സമർപ്പിച്ചു. ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കാവീട്ടിൽ പുഷ്കരൻ സംഭാവന ചെയ്ത സ്ഥലത്താണ് പ്രാവർത്തികമാക്കിയത്. വെള്ളിയാഴ്ച കാലത്ത് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭൂമി സംഭാവന ചെയ്ത പുഷ്കരൻ കാവീട്ടിലിനെയും കോൺട്രാക്ടർ ഗോപിനാഥൻ കൊറ്റക്കയലിനെയും ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീന അഷ്റഫ്, തൃശൂർ BPM ഡോക്ടർ ജിൽഷോ ജോർജ്, വടക്കേക്കാട് CHC സൂപ്രണ്ട് ഡോക്ടർ റെജീന, അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമിഷ വി കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KJ ചാക്കോ, MJ മേരി, വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിഷ ബിനോജ്, അജയ്കുമാർ വയലേരി, സീജ മൊയ്തുണി തുടങ്ങിയവരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ നന്ദിയും പറഞ്ഞു. 10 വർഷം ഭരിച്ചതോടെ സഹിക്കട്ട ജനം പുറത്തെറിഞ്ഞവർ ഇപ്പോൾ പുതിയ സർക്കാരിനെതിരെ ഇല്ലാക്കഥ മെനയുകയാണെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസ് നേതാവ് KS ദാസൻ അനുസ്മരണം സമ്മേളനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിന് ഏറ്റ ദയനീയ പരാജയത്തെക്കുറിച്ച് പഠിക്കാതെ സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ പടച്ചുവിടുകയാണെന്നും സഭ ബഹിഷ്കരിക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ പ്രവൃത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം മുഴുവൻ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ UDF ശക്തി കേന്ദ്രമായ ഗുരുവായൂർ മണ്ഡലം നഷ്ടപ്പെട്ടത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം അടികൊണ്ടവർ പുറത്തു നിൽക്കുമ്പോൾ ചില നേതാക്കൾ ആ 10 വർഷം എല്ലാ സുഖങ്ങളും അനുഭവിച്ചവർക്കു വേണ്ടി ശുപാർശയുമായി വരികയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, CA ഗോപപ്രതാപൻ, KV ഷാനവാസ്, C മുസ്താഖ് അലി, അരവിന്ദൻ പല്ലത്ത്, CV സുരേന്ദ്രൻ, A അലാവുദ്ദീൻ, KD വീരമണി തുടങ്ങിയവർ സംസാരിച്ചു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുമെന്നൊരു വാചകം നിങ്ങൾക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ നിയമസഭയ്ക്കകത്ത് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം 2-3 തവണ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ല് പോലെയായ പ്രതിപക്ഷം അവസാന ദിവസങ്ങളിൽ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാതിരിക്കാൻ മനഃപൂർവ്വം സഭ ബഹിഷ്കരിച്ച സംഭവം പോലും ഇത്തവണയുണ്ട്. കാരണം അവർ ഉന്നയിച്ച ഒരു ആരോപണങ്ങളും അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. 10 വർഷം അടിയും തൊഴിയും കൊണ്ടവർ ഇരിക്കുമ്പോൾ നമ്മുടെ ചില നേതാക്കന്മാർ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നത് ആ 10 വർഷക്കാലം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവരെയാണ് ഇപ്പോൾ ആജീവനാന്ത കോൺഗ്രസിൻ്റെ ആസ്ഥാന ഗായകന്മാരായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഞാൻ 1-2 പേരോട് ചോദിച്ചു, നിങ്ങൾ 10 വർഷം എന്നെ സമീപിച്ച ചിലരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ 10 വർഷം വല്ല ത്യാഗവും സഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജോലി കിട്ടി? കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂരിൽ പൊതുസ്ഥലത്ത് അനധികൃതമായി മാലിന്യം തള്ളിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് പൊതുജനാരോഗ്യ വിഭാഗം. ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 10ലേറെ ചാക്കുകളിൽ അഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങൾ, പാൽ പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയ വ്യക്തികളെ കണ്ടെത്തുകയും നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതര ഭീഷണിയാണെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. പഞ്ചായത്ത് പരിധിയിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ഇത്തരത്തിലുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് ശുചിത്വ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് അംഗം ലിയ ജോജോ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TS ശരത്, VL ബിജു, MLSP നഴ്സ് സിമി സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാലിന്യം നിക്ഷേപിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പിതാവും മക്കളും പോലീസിൽ കീഴടങ്ങി. കേച്ചേരി ആയമുക്കിൽ മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളായ ആയമുക്ക് രായം മരക്കാർ വീട്ടിൽ അബ്ദുൽ കരീം, മക്കളായ റാഷിഖ്, റൌഹൂഫ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. കുന്നംകുളം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികൾ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മുഹമ്മദ് ഷാഫിയുടെ പറമ്പിലും വഴിയിലും കോൺക്രീറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രതികൾ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കേസ്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷാഫി ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിച്ച് ചികിത്സ തേടിയിരുന്നു. കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ KSEB ലോക്കൽ അഡ്വൈസറി യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. റോഡിൽ ഇലക്ട്രിക് ലൈനുകളുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ ഉൾപ്പെടെ അടിയന്തരമായി നീക്കം ചെയ്യാനും താഴ്ന്നു കിടക്കുന്ന കമ്പികൾ വലിച്ചു കെട്ടുന്നതിനും നടപടികൾ ഉണ്ടാകണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പഞ്ചായത്തിന്റെ തെരുവ് വിളക്കുകൾ ഇല്ലാത്ത വിവിധ ഇടങ്ങളിൽ ലൈൻ വലിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് നൽകിയ 8 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. തെരുവ് വിളക്കുകളില്ലാത്ത ഇടങ്ങളിൽ ലൈൻ വലിക്കുന്നതിനു വേണ്ടി ഈ പദ്ധതി വർഷത്തിൽ തുക വകയിരുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഴഞ്ഞി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KS ജിതേഷ്, സബ് എഞ്ചിനീയർ CB സുനിൽ, വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയും അർബൻ ഫാമിലി ഹെൽത്ത് സെന്ററും സംയുക്തമായി മഴക്കാല പകർച്ചവ്യാധി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ പ്രത്യുഷ ക്ലാസ് എടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V. അനൂപ്, ഷാനി, റെജി തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാർ, ആശാവർക്കർമാർ, അങ്കണവാടി അധ്യാപകർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവിൽ പിതാവ് ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 7 വയസ്സുകാരി ഹൃതികയുടെ മൃതദേഹം സംസ്കരിച്ചു. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് പെരുമ്പിലാവിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മുത്തു തന്റെ മക്കളായ ഹൃതിക, കൃതിൻ എന്നിവർക്ക് ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയത്. ഇവർക്കൊപ്പം മുത്തുവും വിഷം കലർത്തിയ ജ്യൂസ് കഴിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് 2 കുട്ടികളെയും എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയോടെ ഹൃതിക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ പെരുമ്പിലാവ് ആനക്കല്ലിലുള്ള വീട്ടിലെത്തിച്ച് പൊതുദർശനമൊരുക്കി. നാട്ടുകാരും ഇവിടെയുള്ള ബന്ധുക്കളടക്കമുള്ളവർ അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിയിരുന്നു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KA സലീം, പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശ് KP, ശാന്തകുമാരി, ബ്ലോക്ക് മെമ്പർ ഘോഷ് പൂവത്തിങ്കൽ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ചെറുതുരുത്തി ശാന്തി തീരത്തായിരുന്നു സംസ്കാരം. കുന്നംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. ജിജു, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ, SC ഓഫീസർ MS ആര്യ എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സ്കൈ ഡൈവിംഗ് നടത്തിയ ഏക മലയാളിയായി പെരുമ്പിലാവ് സ്വദേശി. 13,000 അടിയിൽ നിന്നും 505 തവണ ചാടിയാണ് അബ്ദുൾ റഹ്മാൻ ഈ നേട്ടം കരസ്ഥമാക്കിയത്.
2020 ഡിസംബർ 5-നായിരുന്നു ആദ്യ ചാട്ടം. കഴിഞ്ഞ ജൂൺ 20-ന് 505-ാമത്തെ ചാട്ടവും നടത്തി. 500 സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന ഡി ലെവൽ സർട്ടിഫിക്കറ്റും അജ്മൽ നേടി. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. ഇപ്പോൾ സ്കൈ ഡൈവിംഗ് പരിശീലകനാണ്. അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആകുകയാണ്. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ബിരുദം പഠിച്ചിറങ്ങിയ അജ്മലിന് ആദ്യം ആകാശചാട്ടം ആഗ്രഹവും ഹരവുമായിരുന്നെങ്കിലും പിന്നീട് കഠിന പരിശീലനത്തിലൂടെ ഉയരങ്ങളിലെത്തുകയായിരുന്നു. അതായത് സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു എയർപോർട്ടിൽ നിന്ന് എയർക്രാഫ്റ്റിൽ കയറി 13,000 അടിയിൽ പോകുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ഫോളിലാണ് നമ്മുടെ മൊത്തം കളികളും. അതായത് നമുക്ക് മറ്റേ തൊട്ടുകളി കളിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതിൽ തന്നെ കുറെ മാനുവേഴ്സ് ഉണ്ട്. ബെല്ലി ഉണ്ട്, സിറ്റ് ഫ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ട്രാക്കിംഗ് ഉണ്ട്. ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായും ഫോട്ടോകൾ പകർത്താനായി നടത്തിയ ചാട്ടങ്ങളാണ് 505. ഇവയെല്ലാം ഡൈവിംഗ് ലോഗ് ബുക്കിൽ അടയാളപ്പെടുത്തും. ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടറാണ് നേട്ടം സീലും ഒപ്പും സഹിതം രേഖപ്പെടുത്തേണ്ടത്. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷൻ ഡി ലെവൽ ലൈസൻസ് നൽകിയത്. ഒരുമിച്ച് ചാടുന്നവർ ഒരു സ്ഥലത്ത് സംഗമിക്കണം, പരസ്പരം കൈകൾ തൊടണം, പിന്നീട് അകന്നു പോകണം. അകന്നുപോയ ശേഷമേ പാരച്യൂട്ട് തുറക്കാവൂ, അല്ലെങ്കിൽ പരസ്പരം പിണഞ്ഞ് അപകടമുണ്ടാകും. കമിഴ്ന്നു കിടന്നു വേണം താഴേക്ക് പതിക്കാൻ. 40,000 അടി ഉയരെ പാരച്യൂട്ട് തുറക്കണം. ചാട്ടത്തിൽ സംസാരം പറ്റില്ല. കൈവിരലുകൊണ്ടുള്ള ആംഗ്യമാണ് ഭാഷ. ഇക്കാര്യങ്ങളെല്ലാമാണ് ട്രെയിനറായ അജ്മൽ പഠിപ്പിക്കുന്നത്. കൂടെ ചാടിയാണ് പരിശീലനം. വിനോദത്തിനായുള്ള ചാട്ടക്കാരെ കെട്ടിപ്പിടിച്ചുള്ള ചാട്ടം നടത്താറായിട്ടില്ല. ഇതാണ് മെയിൻ പാരച്യൂട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഈ മെയിൻ പാരച്യൂട്ട് ഓപ്പൺ ആക്കുക ഏത് ഹൈറ്റിലാണ് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണ് അൾട്ടിമീറ്റർ. ഇതിൽ ഈ മഞ്ഞ ചുവപ്പ് എന്നൊക്കെ കാണിക്കുന്നത് ചുവപ്പ് ആവും തോറും ഡേഞ്ചറാണ്. നമ്മളൊരു മഞ്ഞയിലെങ്കിലും ഓപ്പൺ ചെയ്യണം. ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത്. അതായത് നമുക്ക് ഡിജിറ്റലായിട്ട്, ഇത് പക്ക അനലോഗാണ്, ഇത് ഡിജിറ്റല്. ഇനി ഇതിനും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓഡിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അൾട്ടിമീറ്ററും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും നമ്മൾ ഏത് അൾട്ടിയിലാണ് ഉള്ളതെന്ന്. അതായത് ഇപ്പോൾ ജമ്പ് ചെയ്യണത് ഇപ്പോൾ 13,000-ലാണെങ്കിൽ 13,000 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏതിലാണ് അലാറം പറയേണ്ടത് എന്നുള്ളത്. അതിന് ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടർ ആകണം. അതിനായുള്ള പരിശ്രമത്തിലാണ് 29-കാരനായ അജ്മൽ. 8 ലക്ഷത്തിന്റെയും 12 ലക്ഷത്തിന്റെയും പാരച്യൂട്ട് കയ്യിലുണ്ട്. 40,000, 80,000 എന്നിങ്ങനെ വില വരുന്ന ഹെൽമറ്റിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറയുമുണ്ട്. വിരമിച്ച അധ്യാപകരായ അബ്ദുറഹ്മാനും ടി.എ. മാജിദയുമാണ് മാതാപിതാക്കൾ. ഹിബ ജാസ്മിൻ ഭാര്യയാണ്. അതായത് ഇപ്പോൾ എന്നോട് തുടങ്ങുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഒക്കാത്ക ബാഹർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ഇതുവരെ എത്തി. ഇനിയും FFI ഇൻസ്ട്രക്ടർ ആവണം, അത് കഴിഞ്ഞ് ടാൻഡം ഇൻസ്ട്രക്ടർ ആവണം. പുതിയ കുട്ടികളെ ഇതിലോട്ട് ഇനിയും കൊണ്ടുവരാൻ പറ്റണം. ഈ സ്പോർട്ട് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ, അതായത് അടുത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന പോലെ ആവണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇന്ത്യയിൽ സ്കൈ ഡൈവിംഗ് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ തന്നെ കിട്ടണം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ പങ്കുചേർന്ന് കുന്നംകുളം നഗരസഭ. ആരാധകർക്കായി ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നഗരസഭ ടൗൺ ഹാളിൽ വലിയ സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിച്ചു തുടങ്ങി.
5000 വാട്ട്സ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തോടു കൂടിയുള്ള LED വാളിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഫ്രാൻസ് മൊറോക്കോ ആദ്യ ക്വാർട്ടർ പോരാട്ടത്തോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മുതലാണ് പ്രദർശനം തുടങ്ങിയത്. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ആമുഖ പ്രസംഗം നടത്തി. പൊതുജനങ്ങൾക്കായി പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. ഫുട്ബോൾ ആരാധകർക്ക് ഒത്തുകൂടാനും ലോകകപ്പിന്റെ ദൃശ്യവിരുന്ന് ഒരുമിച്ച് ആസ്വദിക്കാനുമുള്ള സുവർണ അവസരത്തിലേക്ക് കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. സംസ്ഥാന പാതയെയും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന അഗതിയൂർ റോഡ് തകർന്ന് തരിപ്പണമായി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുരിതമാണ്. കോൺകോഡ് സ്കൂൾ, അഗതിയൂർ സ്കൂൾ, കലശമല ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവിടങ്ങളിലേക്കെല്ലാം പോകുന്ന റോഡാണിത്. ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇതിലെ വരാൻ ഡ്രൈവർമാർ തയ്യാറല്ല. ഇരുചക്ര വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും റോഡ് പുനർനിർമ്മിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. നിരവധി കാൽനടയാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തൃശൂർ ജില്ലാ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജൂലൈ 21 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. കിഴക്കേ നടയിൽ നടന്ന സ്വീകരണ സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ ട്രഷറർ VP അബു അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ PG ജയപ്രകാശ്, വൈസ് ക്യാപ്റ്റൻ TS ബൈജു, യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി KR സൂരജ്, M ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, EA ജയതിലകൻ എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഘടക യൂണിയൻ ഭാരവാഹികൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഓട്ടോ ടാക്സി ചാർജ് അടിയന്തരമായി പുനർനിർണയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക, ലേബർ കോഡുകൾ റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മങ്ങാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് യൂണിറ്റും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക് അധ്യക്ഷനായി. മെമ്പർമാരായ വിജീഷ്, മീന ശൽമോൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജോബി, ഡോക്ടർ MA രജിത്ത് എന്നിവർ സംസാരിച്ചു. DOC രവി, ഡോക്ടർ ഷിഗിൻ എന്നിവർ ക്ലാസ് എടുത്തു. പെങ്ങമുക്ക് ചെറുവള്ളിക്കടവിൽ നിർമ്മിച്ച താൽക്കാലിക റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ചെറുവള്ളിക്കടവിലെ പഴയ പാലം പൊളിച്ചതോടെയാണ് ബൈക്കുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും പോകാനായി താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. എന്നാൽ താൽക്കാലിക റോഡിന് ഉയരം കുറഞ്ഞതിനാൽ വെള്ളം റോഡിലേക്ക് കയറുന്ന അവസ്ഥയിലാണ്. മഴയിൽ തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ റോഡിനൊപ്പം വെള്ളം ഉയർന്നിട്ടുണ്ട്. മഴ കനത്താൽ റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതൊഴിവാക്കാനായി നിലവിലെ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നൂറടി തോടിന് കുറുകെയുണ്ടായിരുന്ന പാലമാണ് 2 മാസം മുമ്പ് പൊളിച്ചത്. പാലം പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ ദുരന്തഫലങ്ങൾ അടയാളപ്പെടുത്തി അൻസാർ ടീൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം. ലഹരിക്ക് അടിമപ്പെട്ട മകൻ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുകയും തുടർന്ന് ജയിലിലാകുകയും വാർദ്ധക്യ സദനത്തിൽ ഒറ്റപ്പെടുന്ന പിതാവിന്റെ ഹൃദയഭേദകമായ ജീവിതകഥ ആസ്പദമാക്കി നാടകപ്രവർത്തകൻ ബേബി രാജിന്റെ ഏകാഭിനയം മുഖ്യ ആകർഷണമായി. ലഹരി വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയാകെ എങ്ങനെ തകർക്കുന്നുവെന്ന ശക്തമായ സന്ദേശം പകരുന്നതായിരുന്നു ഏകാഭിനയം. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ ഫരീദ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ രവ്യ KR, അധ്യാപകൻ TP അസീസ്, ടീൻ ഇന്ത്യ വിദ്യാർത്ഥി പ്രതിനിധികളായ അമീൻ, റിഫ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ TD ശ്രീജ അധ്യക്ഷയായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ ചടങ്ങിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിൻ്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ M മണികണ്ഠൻ ലഹരിമുക്ത കേരളം യുവതയുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി,
NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് വി നമ്പൂതിരി, ഡോക്ടർ ജി ഗായത്രി, സാമൂഹ്യനീതി വകുപ്പ് സായം പ്രഭ മാനേജർ, ഫെസിലിറ്റേറ്റർ മാർഷൽ സി രാധാകൃഷ്ണൻ, നശാമുക്ത് ഭാരത് അഭിയാൻ കോർഡിനേറ്റർ PS ജയപ്രിയ, കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി ജ്യോതിഷ് കുമാർ, NSS വളണ്ടിയർ കൃഷ്ണപ്രിയ PK, അമൽദാസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ഒരുക്കിയ ആൻറ്റി ഡ്രഗ് അബ്യൂസ് എക്സിബിഷനും സിഗ്നേച്ചർ ക്യാമ്പയിനും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായി. ലഹരി ഉപയോഗം മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കുന്ന സ്റ്റിൽ മോഡലുകളും പോസ്റ്ററുകളും എക്സിബിഷനിൽ ഒരുക്കിയിരുന്നു. ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾ, NSS വളണ്ടിയർമാർ, അധ്യാപകർ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9, 10, 11 തീയതികളിലാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ജാഥയുടെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി പാർക്കിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ക്യാപ്റ്റനായും PG ജയപ്രകാശ് മാനേജരുമായുള്ള ജാഥയെ തൊഴിലാളികൾ ആവേശത്തോടെ വരവേറ്റു. CS സത്യൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിന് MN മുരളീധരൻ സ്വാഗതം പറഞ്ഞു. PK പുഷ്പാകരൻ, TS ബൈജു, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ടാക്സി നിരക്കുകൾ കാലോചിതമായി പുനർനിർണയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ചാവക്കാട് വിഗോ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനവും CCTV ക്യാമറ പദ്ധതി പ്രഖ്യാപനവും നടന്നു. ചാവക്കാട് നഗരസഭയുടെ 3-4 വാർഡുകളിലും പുന്നയൂർ പഞ്ചായത്ത് 11ാം വാർഡിലുമായി ഏതാണ്ട് 3.5 കിലോമീറ്ററോളം ചുറ്റളവിൽ 1000 വീടുകൾ ഉൾക്കൊള്ളിച്ചുള്ള വിഗോ റെസിഡൻസ് അസോസിയേഷനു കീഴിലെ പ്രഥമ പദ്ധതിയുമായ CCTV ക്യാമറ സ്ഥാപിക്കുന്ന പ്രഖ്യാപനത്തിൻ്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. തിരുവത്ര TM മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിഗോ പ്രസിഡന്റ് ബഷീർ മാരാത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. വിഗോ ലോഗോയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ നിർവഹിച്ചു. മെമ്പർഷിപ്പ് ലോഞ്ചിംഗ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം നിർവഹിച്ചു. ചാവക്കാട് പോലീസ് SHO NS രാജീവ്, സൈബർ സെൽ SI ഫീസ്റ്റോ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷമീറ അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഷഹർബാൻ, KH സലാം, സഫൂറ ബക്കർ, മനാഫ് കയ്യാലയിൽ, AK അബ്ദുൾ ഖാദർ, ഫൈസൽ പരപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നോങ്ങല്ലൂരിലെ മത്സ്യ കർഷകനായ കുട്ടംകുളങ്ങര KS ശശിധരനെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ സ്ഥിര താമസമാക്കിയ ശശിധരൻ മണ്ണില്ലാത്ത കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സും മത്സ്യകൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള അക്വാപോണിക്സ് എന്ന നൂതന ജൈവകൃഷിയാണ് ചെയ്തുവരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലെത്തി അക്വാപോണിക്സ് കൃഷിരീതികൾ നേരിൽ കണ്ടു മനസ്സിലാക്കിയ സേവാഭാരതി പ്രവർത്തകർ പൊന്നാട ചാർത്തി ഫലകം നൽകി ആദരിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ്, സാമാജികം കൺവീനർ K ഷിബിൻ, രക്ഷാധികാരികളായ KK വേണു, മനോജ് കുമാർ കരിമത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 224ാം ഓർമ്മ പെരുന്നാളാഘോഷം ഭക്തി നിർഭരം. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് പെരുന്നാളാഘോഷം. ഡോക്ടർ സാമുവൽ മോർ തയോഫിലോസ് മെത്രോപൊലിത്ത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 7:15 വിശുദ്ധ കുർബാനയോടുകൂടി ഓർമ്മ പെരുന്നാളാഘോഷത്തിന് തുടക്കമായി. വൈകിട്ട് 3:45 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്ത് പള്ളിയിൽ നിന്നും പുറപ്പെട്ട പദയാത്ര 5 മണിക്ക് അഞ്ഞൂർ മാർ ബഹനാൻ ചാപ്പലിലെത്തി. തൊഴിയൂരിലെ പരിശുദ്ധ ബാവയുടെ ഖബറിങ്കലേക്ക് വലിയ ഘോഷയാത്രയും ഉണ്ടായി. തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സാമുവൽ മോർ തയോഫിലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. മോർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സഭാ ആത്മായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനറും ഇടവക സെക്രട്ടറിയുമായ ജോഷി ജോസ്, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 7 മണിക്ക് പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, ആശീർവാദം, അത്താഴ സദ്യ എന്നിവയുമുണ്ടായി. വെള്ളിയാഴ്ച കാലത്ത് വിശുദ്ധ 9 കുർബാനയും
മാർ ബഹനാൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ശ്ലൈഹിക വാഴ്വ്, കൈമുത്ത്, തുടർന്ന് പൊതുസദ്യ എന്നിവയും ഉണ്ടായി. പരിപാടികൾക്ക് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പിള്ളി തുടങ്ങിയവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കൺവീനർമാരും നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ PMAY ആവാസ് പ്ലസ് 2024 പദ്ധതിയുടെ ഗുണഭോക്തൃ കരട് ലിസ്റ്റ് അംഗീകരിക്കുന്നതിനായുള്ള ഗ്രാമസഭ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ N പ്രസീദ് പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ CG സാബു, സവിത അജി, ആനി വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഖില ജീവൻ, സൗമ്യ ഹരീഷ്, നീതു ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്ലാൻ ഫെസിലിറ്റേറ്റർ ഷഹന അലി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ PMAY ലിസ്റ്റിലുള്ള 168 പേരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ ലഭിച്ചവരും സ്വന്തമായി വീട് നിർമ്മിച്ചവരും അനർഹരായവരും ഒഴികെയുള്ളവരുടെ ലിസ്റ്റിന് ഗ്രാമസഭയിൽ അംഗീകാരം നൽകി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉപദേശക സമിതി യോഗം സംഘടിപ്പിച്ചു. കുന്നംകുളം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ASI CV മധു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ T ഹരികുമാർ, ശരൺലാൽ KR, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ നവാസ് ബാബു, മനീഷ് PM, ജൂനിയർ പ്രിൻസിപ്പാൾ KR രവ്യ, CPO ആനന്ദ് ഹിരൺ, ACPO അനീറ്റ ബിനു, PTA പ്രതിനിധി MA കമറുദ്ദീൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ SPC യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവവും മാതൃകാപരവുമായി മുന്നോട്ടു കൊണ്ടുപോകുന്നതിനായുള്ള വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. വിദ്യാർത്ഥികളിൽ നിയമബോധം, അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ പരിശീലനം തുടങ്ങിയ മേഖലകളിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. സ്കൂളിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ SPC പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മാതൃകാപരമായ ഒരു യൂണിറ്റായി വളർത്തിയെടുക്കുമെന്ന് യോഗം വിലയിരുത്തി. യുവതലമുറയെയും വിദ്യാർത്ഥികളെയും കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ സന്ദേശവുമായി വിദ്യാർത്ഥികൾ തെരുവിലേക്ക്. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ കിംസ് ആര്യഭട്ട കോളേജിലെ വിദ്യാർത്ഥികൾ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ അവബോധം വളർത്തുകയും അവരെ ഈ വിപത്തിൽ നിന്നും പൂർണ്ണമായി മുക്തരാക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. ബസ് സ്റ്റാൻഡിലെത്തിയ 100 കണക്കിന് യാത്രക്കാരെയും പൊതുജനങ്ങളെയും സാക്ഷി നിർത്തിയായിരുന്നു ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളുടെ വേറിട്ട ഈ ബോധവൽക്കരണം. ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പാൾ KN റാണിക്കുട്ടി, അഡ്മിഷൻ ഓഫീസർ ഷമീർ, അധ്യാപകരായ റോണി ഫ്രാൻസിസ്, ബാസില, ജിസ്മി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനികളിലും അധ്യാപകരിലും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള പ്രചരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. മത്സരത്തിൽ വിജയികളായവർക്ക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് ഖരമാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം, മാലിന്യ സംസ്കരണത്തിലെ ഉത്തരവാദിത്തം, ശുചിത്വ ശീലങ്ങളുടെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ VJ നിധിഷ നേതൃത്വം നൽകി. വിദ്യാർത്ഥിനികളും അധ്യാപകരും പങ്കെടുത്തു. വിപണി. പാരമ്പര്യത്തോടൊപ്പം ആധുനിക രീതികളും സമന്വയിപ്പിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി ആരോഗ്യ പരിചരണ രംഗത്ത് വിശ്വസ്തതയുടെ പര്യായമായി മാറിയ ആയുസ് കെയർ കൂടുതൽ വിശാലവും വിപുലവുമായ ചികിത്സാ സൗകര്യങ്ങളോടെ പുതിയ സെന്റർ വടക്കേക്കാട് 4-ാം കല്ല് തിരുവളയന്നൂർ സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആയുസ് കെയർ ചെയർപേഴ്സണുമായ സുബൈദ അബൂബക്കർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സജിൽ പുളിക്കൽ വീട്ടിൽ, ഫൗണ്ടറും ചീഫ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിഞ്ചു V. ഷംജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, വ്യാപാര, സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ, ആയുസ് കെയർ കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസ്ക് ബൾജ്, തേയ്മാനം,
കാൽമുട്ടുവേദന, തേയ്മാനം, ലിഗ്മെന്റ് ടിയർ, തോൾവേദന, ഫ്രോസൺ ഷോൾഡർ, സെർവിക്കൽ സ്പോണ്ടലോസിസ്, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, സ്ത്രീരോഗങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, പക്ഷാഘാതം, ഡെവലപ്മെന്റ് ഡിസോർഡർ എന്നിവയ്ക്കുള്ള ചികിത്സകളും ആയുസ് വേദയുടെ കീഴിൽ ലഭ്യമാക്കും. സ്ഥാപനത്തിന്റെ വിലാസം: ആയുസ് കെയർ ആൻഡ് ആയുർവേദ വെൽനസ് സെന്റർ, 4-ാം കല്ല്, നിയർ തിരുവളയന്നൂർ സ്കൂൾ. ആയുസ് മോം ആൻഡ് ബേബി കെയർ, സമ്പൂർണ്ണ പ്രസവാനന്തര പരിചരണവും ഇവിടെ ലഭ്യമാണ്. ലക്ഷറി ആൻഡ് സൗഹാർദ്ദ പാക്കേജസ് അവൈലബിൾ. ഫോർ ബുക്കിംഗ് 9847999921. വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തകങ്ങളുടെ ആസ്വാദനം വിവരിക്കുന്ന റീൽ മത്സരത്തിൽ തെരഞ്ഞെടുത്ത 25 കുട്ടികൾക്കായി കളക്ടറേറ്റിൽ മീറ്റ് ദി കളക്ടർ സംഘടിപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നിന്നും 8 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളുമായി കളക്ടർ സമയം ചെലവഴിക്കുകയും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി. അതിഥി തൊഴിലാളികളുടെ അമിത കൂലി നിരക്ക് എരുമപ്പെട്ടിയിൽ പോലീസ് സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് അതിഥി തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.